ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഈ കാണുന്നത് അപ്പുറത്തെ വീട്ടിലുള്ള കണിക്കൊന്നമാരാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് കണിക്കൊന്ന പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ദാ ഇത് പൊന്നൂന് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതിൽ ഫ്രിഡ്ജിലുണ്ടാകുന്ന ബാക്കി ഓറഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ കേടുവരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ജ്യൂസ് അടിക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കേടുള്ളത് കളഞ്ഞു. കേടുള്ളത് പിന്നെ അത് ജ്യൂസ് അടിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജ്യൂസിന് വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ അത് കളഞ്ഞു. അപ്പം അമ്മ മിനിഞ്ഞാന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ, അവിടെ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ അതാ ഉച്ചയ്ക്ക് കറി വെക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ചക്ക കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അന്നത്തെ. അപ്പോൾ അതിലുണ്ടാകുന്ന ചക്കക്കുരു അമ്മ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് എടുത്ത് നേരാക്കി കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പിലാണ് വെക്കുന്നത്, ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ചീര ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീരയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുപ്പത്ത് കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള അരപ്പ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകം, വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ കറി ആയിട്ടുണ്ട്. പിന്നെ തലേദിവസം ഉണ്ടാകുന്ന ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ അത് വറുത്തെടുക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ അങ്ങനെ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കറി ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി അന്ന് മാറ്റി വെച്ചിട്ടുണ്ടാകുന്ന ചിക്കൻ ഞാനതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മസാലകളൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അതൊന്ന് കുഴച്ചെടുത്തിട്ട് അടുപ്പത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്തം കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ തലേദിവസം ചിക്കൻ കറി വെച്ചത് അത് ബാക്കി വന്നത് കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ബാക്കി ഉള്ളതും കൂടി കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാറ്റി വെച്ചത് പപ്പടം കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ അനുവിന് അന്ന് വാങ്ങിച്ചോർത്തിട്ടുള്ള മീനുകളുടെ ആ ബൗളത്തെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മീനുകളുടെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ അതിങ്ങനെ ആകെ കലങ്ങി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 2 നേരമാണ് കേട്ടോ ഇങ്ങനെ ആ വെറ്റിക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഫുഡ് ഇതാണ് ഈ ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. ഒരു ചെമ്മീൻ്റെ സ്മെല്ല് കേട്ടോ, ആ ഒരു സ്മെല്ലാണ് അതിനുള്ള. അപ്പോൾ അതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അധികമായാൽ പിന്നെ മീനുകൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചേ ഉള്ളൂ ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ അതിൻ്റെ വെള്ളം 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനുവും പൊന്നും അത് വാങ്ങിയപ്പോൾ അന്ന് ഒന്ന് നോക്കി എന്നല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ രണ്ടാളും. പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ 2 നേരം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കും. അവർക്കിതിങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു കൗതുകം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും മീനുകളൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ പൊന്നു പുറത്ത് മീനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മീനുകളെ ഇടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനു അതിന് സമ്മതിക്കണില്ല കേട്ടോ. അതാകുമ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടാവും, അപ്പോൾ അവൾ അതിന് സമ്മതിക്കണില്ല. പിന്നെ ഇതാ വൈകുന്നേരം കുറച്ച് എന്താ മാങ്ങയും പിന്നെ ചാമ്പക്കയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ചെനച്ച മാങ്ങയുണ്ട്, നല്ല പഴുത്തിട്ടൊന്നുമില്ല, ചെനച്ച മാങ്ങയാണ്. അപ്പോൾ അത് പൊന്നു ഉപ്പും മുളക് ഇട്ടത് ഒക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിച്ചു. പിന്നെ ഇതാ വൈകുന്നേരം ചായ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ എന്താ ഗ്യാസില്ലല്ലോ, അപ്പോൾ ഇതാ വിറകടുപ്പിൽ തന്നെയാണ് ചായ വെക്കണേ. പിന്നെ കുറച്ച് പാലായിരുന്നു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, പൂച്ചക്കുട്ടന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പാലും ബ്രെഡും ആണ്. ഇപ്പോൾ എന്താ അറിയില്ല, അതിന് കൊടുക്കണ ഫുഡ് ചെമ്മീനാണ് കേട്ടോ, അതാണ് കൊടുത്തിരുന്നത്. പക്ഷെ അത് കഴിക്കണില്ല കേട്ടോ. അപ്പോൾ പിന്നെ പാലതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പത്തു നിന്ന് ആ വെള്ളം മാറ്റി വെച്ചതാണ് കേട്ടോ ചായ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിൽ കുറേ വെള്ളം ഉണ്ടെന്ന് കരുതിയിട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് അത് അതിൽ വെള്ളം കുറച്ചേ ഉള്ളൂ ഉണ്ടാകുന്നത്. അങ്ങനെ ചായക്ക് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ കടയിൽ നിന്ന് പഴംപൊരി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ ചായക്ക് ഉണ്ടാകുന്ന കടി അതായിരുന്നു. അങ്ങനെ അത് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പരിപാടികളും മുറ്റടിക്കൽ കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ടു കേട്ടോ. പിന്നെ അകം ഒന്ന് അടിച്ചു വാരി ഇട്ടു. പിന്നെ ഇതാ ഒന്ന് വേഗം തുടച്ചിടുകയാണ് കേട്ടോ. അപ്പം ഞാൻ കോലായി എന്തായാലും തുടച്ചിടാറുണ്ട്, പൊടി ഒക്കെ ഉണ്ടാവും. അപ്പോൾ കോലായി ഒന്ന് വേഗം തുടച്ചിട്ടു. പിന്നെ ഇനി കുറച്ച് വിറക് കൊടുന്നേക്കാണ്ട്, അപ്പോൾ ഗ്യാസൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ പിന്നെ അടുപ്പത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, വൈകുന്നേരത്തെ കോഴിമുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വിറക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ രാവിലെ കൊടുന്നിട്ട് വെച്ചതാണ് കേട്ടോ വിറക്, പുറത്ത് കൊടുന്ന് വെച്ചിരുന്നു അടുക്കി വെച്ച് അതിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചു കേട്ടോ, അകത്തേക്ക് അടുക്കളയ്ക്ക് കൊടുന്ന് വെച്ചു. പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അങ്ങനെ അവിടെ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്